ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മുടെ സാറ കുഞ്ഞ് വീണ്ടും ഗർഭിണിയായിരിക്കുകയാണ്. ഏകദേശം ഇന്നൊരു 59-60 ദിവസമൊക്കെ ആകാറായിട്ടുണ്ട്. ഇന്നും നാളെയൊക്കെ ആയിട്ട് നമ്മുടെ സാറയുടെ ഡെലിവറി കാണും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കുട്ടി വ്ളോഗായിരിക്കും കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്ത് കാണിക്കുന്നില്ല. എന്നാലും സാറ കാണിക്കുന്ന ചില അല്ലറ ചില്ലറ പരിപാടികൾ കാണിച്ചു തരാം. പ്രസവവേദന വരുമ്പോൾ നോർമലി പട്ടികൾ ഇങ്ങനെ മാന്തും കിള്ളും. അവർക്കൊരു സൗകര്യം പോലെ അവർക്ക് അറിയാമല്ലോ, അതിൻ്റെ പെയിൻ കൊണ്ടായിരിക്കാം അവർ ഇങ്ങനെ ഓടി നടക്കുന്നത്. ഇപ്പം ഞാൻ കാണിച്ചു തരാവേ സാറമ്മൾ എന്താ കാണിക്കുന്നതെന്ന്. മുഖം കാണുമ്പോൾ സങ്കടം വരും കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് കാണാം എന്താണ് സാറയുടെ അവസ്ഥ എന്ന്. സാറമ്മളെ ഈ കർട്ടൻ്റെ മൂലയ്ക്ക് വന്നിട്ട് മാന്തലാണ്. അപ്പോൾ ഏകദേശം ഈ മാന്തുന്നത് അവർക്ക് ഈ വേദന വരുമ്പോഴാണെന്നാണ് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട്. കാരണം രണ്ടാമത്തെ അല്ലല്ലോ, മൂന്നാമത്തെ അല്ലേ പ്രസവം. സാറമ്മോളെ സാറേ, അമ്മയുടെ മോളെ, ഇത് എന്തിനാ ഈ മൂലയ്ക്ക് കയറുന്നേ? അമ്മ അവിടെ കൊണ്ടുപോയി വിട്ടതല്ലേ? ആ വേന വരുന്നുണ്ടോ? ബാ ഇങ്ങോട്ട് ഇറങ്ങി വാ, അമ്മ തൂത്ത് തരാമല്ലോ. വാ, ഓടി വാ, അമ്മ തിരുമ്മി തരാമല്ലോ. വേണ്ടേ? എന്നാടേ സാറയുടെ അവസ്ഥ ഇതാണ്. പാവം മൂലയ്ക്ക് മാറിയിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇന്ന് രാത്രിയിലൊന്നും ഉണ്ടാവേണ്ടിരുന്നത്. ഇവരേകദേശം ഒരു 5-6 മണിക്കൂർ 6-7 മണിക്കൂറും കൊണ്ടൊക്കെയാണ് പ്രസവിച്ച് തീർക്കുക. അത്രയും ടൈം എടുക്കും. ചിലപ്പോൾ ഒരു 6 കുഞ്ഞുങ്ങളുണ്ടാവും, ചിലപ്പോൾ 7 കുഞ്ഞുങ്ങളുണ്ടാവും, ചിലപ്പോൾ 5 കുഞ്ഞുങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് എന്താണെങ്കിലും ടൈം എടുക്കും. പകൽ തന്നെ മതി എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. എന്താണെങ്കിലും നമുക്ക് കാണാം സാറയുടെ അടിപൊളി പ്രസവ വീഡിയോ നമുക്ക് കാണാം. ഞാൻ വന്നപ്പോഴത്തെ 2ാമത്തെ പെറ്റ്. അങ്ങനെ നമ്മുടെ സാറ ഇന്നലെ നമ്മളോട് പറയാണ്ട് പ്രസവിച്ചിരിക്കുകയാണ്. ഏകദേശം നമുക്ക് ക്ലൂവും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. സാറ ഒരു 10-11 മണിക്കുള്ളിൽ സാറ 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ചിരുന്നു. ഞാൻ എൻ്റെ ചെറിയൊരു ക്ലിപ്പ് ആഡ് ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. അപ്പം 5 കുഞ്ഞുങ്ങളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം കുറഞ്ഞു പോയി. ആദ്യത്തേന് 6, രണ്ടാമത്തേന് 7, പിന്നെ ഇപ്പോൾ 5. അപ്പോൾ ഏകദേശം എല്ലാ നമ്പറിലും വന്നിട്ടുണ്ട്. എനിക്കൊന്ന് കുറേ സമയം കഴിയുന്തോറും കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ. 3 പെൺകുഞ്ഞുങ്ങൾ, പിന്നെ 2 ആണ്. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണക്ക്. അപ്പം അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല സുന്ദരി മണികളായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. നമുക്ക് നോക്കാം കേട്ടോ. സാറ നല്ല ക്ഷീണിതയാണ്. കുഴപ്പമൊന്നുമില്ല, നേരത്തെ ഉണ്ടായിരുന്നതിനെക്കാട്ടിൽ ക്ഷീണമൊന്നുമില്ല. ഇപ്രാവശ്യം ആളോക്കെയാണ്. എന്നാണ് പാവാട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എന്താ പെട്ടെന്ന് തന്നെ പ്രസവിച്ച് അവളുടെ പരിപാടികളെല്ലാം തീർത്ത് കുഞ്ഞുങ്ങളെ തന്നെ ക്ലീൻ ചെയ്ത് നക്കി തുടച്ച് അതിൻ്റെ ആ പാടയെല്ലാം ഇവർ തന്നെ കഴിക്കും. അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള കാര്യം. അപ്പം അതെല്ലാം ചെയ്ത് നല്ല ക്ലീനാക്കി. നമുക്കൊരു പണിയില്ലായിരുന്നു. ഞാൻ നോക്കി ഇന്ന് 2ാമത്തെ ഞാൻ എടുത്തു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ക്യൂട്ടാണ്, പാവം അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ സാറയും കുഞ്ഞുങ്ങളും എന്താ ചെയ്യുന്നത് നോക്കാം. ജസ്റ്റ് അങ്ങനെ. ഇതാണ് നമ്മുടെ സാറയും മക്കളും. ചാരമോളേ, ചാരമോളേ, കറുപ്പാണ്ടി, ശുപ്പാണ്ടി, പാപ്പം കൂടി, വെളുപ്പാണ്ടി, കുടിക്കേ കുടി, ഇവിടെ കുടി. 10 കുഞ്ഞുങ്ങളൊക്കെ വരെ ഉണ്ടാവുമേ. വയറിച്ചിരി ഉണ്ടായിരുന്നുള്ളവർക്ക് ലാസ്റ്റ് ആയപ്പോൾ ഒരു ഇച്ചിരി വയറ് പോലെ തോന്നി. അങ്ങനെ നമ്മുടെ സാറയുടെ പ്രസവത്തിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. കാരണം ഞാൻ ഇതിനു മുന്നേയും എൻ്റെ മറ്റേ ചാനലിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സാറയുടെ നല്ല അടിപൊളി പ്രസവം. അന്ന് 6 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, ആദ്യത്തെ. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഇന്നലെ രാത്രിയിൽ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് എൻ്റെ വിഷമം കണ്ടിട്ട് എടുക്കാൻ തോന്നിയില്ല. അങ്ങനെ നമ്മുടെ സാറയും കുഞ്ഞുങ്ങളും നല്ല സുഖമായിട്ടിരിക്കുന്നു. ഇനി ഇവരെ ഒരു 40 ദിവസത്തിനുള്ളിൽ നമ്മൾ സെയിൽ ചെയ്യും. അപ്പം ഒരുപാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക്
കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ഒരെണ്ണത്തെ ഇവിടെ നടത്തണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ബാക്കിയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.